Hi all, welcome to once. ഇന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺക്രീറ്റിനെ പറ്റിയാണ്. അതിൽ കോൺക്രീറ്റ് എന്താണ്, കോൺക്രീറ്റിൻ്റെ കോൺസ്റ്റുവൻസ് ഏതൊക്കെയാണ്, അപ്പോൾ അതിൽ സിമെൻ്റ് എന്ന് പറയുന്ന കോൺസ്റ്റുവൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും അതിൻ്റെ കോമ്പോണൻസ് ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So first, what is concrete? അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് മെറ്റീരിയൽ. അതൊരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ്. നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള കോൺസ്റ്റുവൻസ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് കൺസിഡർ ചെയ്യുമ്പം ഏറ്റവും പോപ്പുലർ ആയിട്ട് നമ്മൾ സെക്കൻഡ് മോസ്റ്റ് വൈഡ്ലി പോപ്പുലർ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. So it is a composite material made from the readily available constituents and it is the second most commonly used building material after timber. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടിമ്പർ ആണ്. അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബൈൻഡർ മെറ്റീരിയലിൻ്റെയും ഒരു വാട്ടറിൻ്റെയും അഗ്രിഗേറ്റിൻ്റെയും എല്ലാം ഒരു കോമ്പിനേഷൻ ആണ്. സോ കോൺക്രീറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് എ ബൈൻഡിങ് മെറ്റീരിയൽ. ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ഉണ്ടാവും, അതിലൊരു അഗ്രിഗേറ്റ്സ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. അപ്പോൾ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നത് സിമെന്റ് ആണ്. സോ സിമെന്റ് ഈസ് യൂസ്ഡ് ആസ് എ ബൈൻഡിങ് മെറ്റീരിയൽ. സിമെന്റ് ആണ് നമ്മൾ കോൺക്രീറ്റിൽ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് കോൺക്രീറ്റിനെ ഏത് ഷേപ്പിൽ മിക്സ് ചെയ്യാം, ഈസിലി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏത് ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടും ഈസിലി പോസിബിൾ ആണ് കോൺക്രീറ്റിനെ. സോ ഇപ്പം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. എന്തൊക്കെയാണ് കോൺക്രീറ്റിന്റെ അഡ്വാൻറ്റേജ്? ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോൺക്രീറ്റിന് വളരെയധികം കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്. അപ്പൊ കോൺക്രീറ്റ് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്രസീവ് ലോഡ്സ് എല്ലാം അതിന് താങ്ങാനുള്ള സ്ട്രെങ്ത് വളരെയധികം ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡ്യൂറബിൾ, വളരെയധികം ഡ്യൂറബിൾ ആണ്. അതുപോലെ ഫയർ റെസിസ്റ്റന്റ് ആണ്. പിന്നെ നമുക്ക് ഈ കോൺക്രീറ്റ് ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിജിഡ് സ്ട്രക്ചേഴ്സിന്റെ കൺസ്ട്രക്ഷൻ ഇത് യൂസ് ചെയ്യാനായിട്ട് ഈസിലി പോസിബിൾ ആണ്. പിന്നീട് അത് നമുക്ക് പെട്ടെന്ന് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ അത് ഇപ്പോൾ കോൺക്രീറ്റ് തന്നെ പറഞ്ഞു, കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് നമ്മളുടെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന് അല്ലെങ്കിൽ കോൺക്രീറ്റിന് ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കുറവാണ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ബിൽഡിംഗ് മെറ്റീരിയൽസ് കോൺക്രീറ്റുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അങ്ങനെ കമ്പൈൻ ചെയ്ത് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതാണ് റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ RCC എന്ന് പറയുന്നത്. അപ്പൊ RCCയുടെ കേസിൽ എന്ന് പറയുമ്പം, സോ ഇൻ ദ കേസ് ഓഫ് RCC വി യൂസ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ. അപ്പൊ കോൺക്രീറ്റിനൊപ്പം നമ്മൾ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീൽ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ടെൻസൈൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ RCCയിൽ എന്താണ്, ദേ ആർ മോർ ഇൻ, അപ്പൊ കംപ്രസീവ് സ്ട്രെങ്ത്തും ഹൈ ആയിട്ടുണ്ട്, സ്റ്റീലിന് ടെൻസൈൽ സ്ട്രെങ്ത്തും കൂടി ഉള്ളത് കൊണ്ട് നമ്മളുടെ RCC സ്ട്രക്ചേഴ്സിന് കംപ്രഷൻ സ്ട്രെങ്ത്തും ടെൻസൈൽ സ്ട്രെങ്ത്തും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വളരെ നല്ലൊരു ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് RCCനെ മാറ്റാം. സോ അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന അഡ്വാൻറ്റേജ് ഒന്നും കൂടെ നോക്കാം. The concrete can handle the compressive stresses 10 times more than the tension and most of the loads in our life are compressive and concrete is a brittle material. അപ്പോൾ കോൺക്രീറ്റ് ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിജിഡ് മെറ്റീരിയൽസ് സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യാനായിട്ട് അതൊരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ഹാൻഡിൽ, നമുക്ക് പെട്ടെന്ന് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോൺക്രീറ്റ് ഉള്ളത്. സോ നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ആർ ദ കോൺക്രീറ്റ് കോൺസ്റ്റുവൻസ്. എന്തൊക്കെയാണ് കോൺക്രീറ്റിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ കോൺസ്റ്റുവൻസ് എന്ന് നോക്കാം. അപ്പം മെയിൻലി നമ്മൾ പറഞ്ഞു, ഒരു ബൈൻഡിങ് മെറ്റീരിയൽ വേണം, അഗ്രിഗേറ്റ്സ് വേണം, വാട്ടർ വേണം. ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ കോൺക്രീറ്റിന്റെ കോൺസ്റ്റുവന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സിമെന്റ് എന്ന് പറയുന്നതാണ് എന്ത്, ബൈൻഡിങ് മെറ്റീരിയൽ. സോ സിമെന്റ് ഇസ് ദ ബൈൻഡിങ് മെറ്റീരിയൽ. പിന്നെ നമുക്ക് അഗ്രിഗേറ്റ്സ് ഉണ്ട് ആൻഡ് ദെൻ യു ഹാവ് വാട്ടർ. ഇനി അഡ്മിക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ കമ്പോണൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ കോൺസ്റ്റുവൻസ് ആണ്. ഈ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മളുടെ കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ട രീതിയിൽ കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം കൂട്ടണം എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളുടെ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിനെ പയ്യെ ഡിലേ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നമുക്ക് അഡ്മിസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്ത് നമുക്ക് പെട്ടെന്ന് സെറ്റിംഗ് ടൈം, നമ്മളൊരു വാട്ടറിന്റെ അടിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ കോൺക്രീറ്റ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് ഫാസ്റ്റൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. അപ്പം ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എല്ലാം നമ്മൾ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിസൈസേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എല്ലാം റിട്ടാർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതിന് നമുക്ക് റിട്ടാർഡേഴ്സ് എന്നും പറയാം. അപ്പൊ അഡ്മിസ്റ്റേഴ്സിൽ പ്ലാസ്റ്റിസൈസേഴ്സും ഉണ്ട്, റിട്ടാർഡേഴ്സും ഉണ്ട്.
അപ്പം ഈ ഒരു സെക്ഷനിൽ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത് സിമെന്റ് എന്ന് പറയുന്ന കോൺക്രീറ്റ് കോൺസ്റ്റിറ്റ്യൂന്റിനെ പറ്റിയിട്ടാണ് ഈ ഒരു സെഷനിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബാക്കി കമ്പോണൻസ് എല്ലാം നമ്മൾ അടുത്തടുത്ത സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് സിമെന്റിനെ പറ്റി നോക്കാം. അപ്പൊ സിമെന്റ് എന്ന് പറയുന്നത് പോർട്ട്ലൻഡ് സിമെന്റ് ആണ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്ന ഒരു സിമെന്റ് എന്ന് പറയുന്നത് പോർട്ട്ലൻഡ് സിമെന്റ് ആണ്. അപ്പൊ ഈ പേര് വന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള ലൈം സ്റ്റോൺ, പോർട്ട്ലൻഡിൽ നിന്നും ക്വാറി ചെയ്ത ലൈം സ്റ്റോണിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് ഈ സിമെന്റിന് സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പോർട്ട്ലൻഡ് സിമെന്റ് എന്നൊരു പേര് വന്നത്. സോ മെയിൻ കമ്പോണന്റ്, സിമെന്റിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഏതാണ്? ലൈം സ്റ്റോണും ക്ലേയും ആണ്. അപ്പോൾ ഈ ലൈം സ്റ്റോണും ക്ലേയും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ക്രഷ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് സിമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സിമെന്റ് യൂസ്ഡ് ഇൻ കൺവെൻഷണൽ കോൺക്രീറ്റ് ഇസ് നോർമലി, ഇപ്പൊ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സിമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? പോർട്ട്ലൻഡ് സിമെന്റ് ആണ്. അതിന്റെ പേരിന്റെ സിമിലാരിറ്റി വരാൻ കാരണം ലൈം സ്റ്റോൺ, പോർട്ട്ലൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന പോർട്ട്ലൻഡിൽ നിന്നും ക്വാറി ചെയ്ത ലൈം സ്റ്റോൺ ആയിട്ട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ലൈം സ്റ്റോണും ക്ലേയും ആണ്. പിന്നീട് ഇതിന് നമ്മൾ ക്രഷ് ചെയ്യുന്നു, ഗ്രൗണ്ട് ചെയ്യുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു ആൻഡ് ബേൺ ചെയ്താണ് നമുക്ക് വേണ്ട സിമെന്റ് ഉണ്ടാക്കുന്നത്. സോ ഇനി നമുക്ക് സിമെന്റിന്റെ കമ്പോസിഷൻ നോക്കാം. ഇപ്പൊ മെയിൻലി മേജർ കമ്പോണന്റ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ്. അപ്പൊ കാൽഷ്യം ഓക്സൈഡ് ആണ് നമ്മളുടെ മേജർ കമ്പോണന്റ്. പിന്നീട് വരുന്നത് സിലിക്കയാണ്. അപ്പം ഈ സിലിക്ക പിന്നെ അലൂമിനിയം ഓക്സൈഡ്. അപ്പൊ മേജർ കമ്പോണന്റ് എന്ന് പറയുന്നത് സിലിക്കയും കാൽഷ്യം ഓക്സൈഡും ആണ് സിമെന്റിന്റെ മേജർ കമ്പോണന്റ്. പിന്നീട് വരുന്ന കുറച്ച് കമ്പോണന്റ്സ് ആണ് അലൂമിനിയം ഓക്സൈഡ്, ഫെറസ് ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്. ഇപ്പൊ കാൽഷ്യം ഓക്സൈഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 60 to 65% ആണ്. അപ്പൊ സിമെന്റിന്റെ 60 to 65% എന്തായിരിക്കും? കാൽഷ്യം ഓക്സൈഡ് ആയിരിക്കും. ആൻഡ് 20 to 25% ആണ് സിലിക്ക വരുന്നത്. പിന്നെ അലൂമിനിയം ഓക്സൈഡ് വരുന്നത് 4 to 8%, ഫെറസ് ഓക്സൈഡ് വരുന്നത് 2 to 4 ആൻഡ് മഗ്നീഷ്യം ഓക്സൈഡ് വരുന്നത് 1 to 3% ആണ്. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിമെന്റ് നോക്കാം. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിമെന്റ് നോക്കുമ്പോൾ നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് എല്ലാത്തരം കൺസ്ട്രക്ഷൻസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമെന്റ് ആണ് ഓർഡിനറി പോർട്ട്ലൻഡ് സിമെന്റ് ഓർ OPC. അപ്പൊ നമ്മൾ OPC എന്നാണ് ഇതിന്റെ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ മോസ്റ്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ വർക്ക്സ്, ഏകദേശം എല്ലാ കൺസ്ട്രക്ഷൻ വർക്ക്സിനും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓർഡിനറി പോർട്ട്ലൻഡ് സിമെന്റ്. സോ ഓർഡിനറി പോർട്ട്ലൻഡ് സിമെന്റ് ഇസ് എ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടൈപ്പ് ഓഫ് സിമെന്റ് വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓൾ ജനറൽ കൺസ്ട്രക്ഷൻ. അപ്പൊ എല്ലാ ജനറൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സിനും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പോർട്ട്ലൻഡ് സിമെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് യൂസ്ഡ് in the world. Annual production of this, അപ്പോൾ ആനുവൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 3.8 million cubic meters per year ആണ് ഓർഡിനറി പോർട്ട്ലൻഡ് സിമെന്റിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ആൻഡ് ദിസ് ഇസ് സ്യൂട്ടബിൾ ഫോർ എല്ലാ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻസിനും ഇത് സ്യൂട്ടബിൾ ആണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നതാണ് പോർട്ട്ലൻഡ് പൊസോളോണ സിമെന്റ് അല്ലെങ്കിൽ PPC. അപ്പൊ ഇതിലെ പൊസോളോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേജർ അലൂമിനിയം ആൻഡ് സിലിക്കയുടെ ഒരു അടങ്ങിയിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് പൊസോളോണ എന്ന് പറയുന്നത്. പൊസോളോണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പൊസോളോണിക് ക്ലിങ്കറിൽ പോർട്ട്ലൻഡ് സിമെന്റിനെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പൊസോളോണ എന്ന് പറയുന്നത്. ഈ പോർട്ട്ലൻഡ് സിമെന്റിന്റെ ഒപ്പം സോ വെൻ OPC പ്ലസ് പൊസോളോണ ഹാപ്പൻസ്, അപ്പൊ പൊസോളോണയെ OPCയുടെ ഒപ്പം മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് പോർട്ട്ലൻഡ് പൊസോളോണ സിമെന്റ് കിട്ടുന്നത്. അപ്പൊ പോർട്ട്ലൻഡ് പൊസോളോണ കിട്ടുന്നത് OPCയുടെ ഒപ്പം പൊസോളോണ ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പൊ പൊസോളോണ എന്താണ്? നമ്മൾ ജിപ്സും അല്ലെങ്കിൽ കാൽഷ്യം സൾഫേറ്റ് യൂണിഫോംലി ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾസോ പ്രൊഡ്യൂസ് ബൈ ആഡിങ് പൊസോളോണ വിത്ത് അഡീഷൻ ഓഫ് ജിപ്സം ഓർ കാൽഷ്യം സൾഫേറ്റ് ഓർ ബൈ ഇന്റിമേറ്റ്ലി ആൻഡ് യൂണിഫോംലി ബ്ലെൻഡിങ് പോർട്ട്ലൻഡ് സിമെന്റ് ആൻഡ് ഫൈൻ പൊസോളോണ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് PPC ഉണ്ടാക്കുന്നത്? അപ്പം നമ്മുടെ OPCയുടെ ഒപ്പം പൊസോളോണയും അതിൻ്റെ ഒപ്പം എക്സ്ട്രാ ആയിട്ട് ജിപ്സം അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് എല്ലാം ആഡ് ചെയ്ത് യൂണിഫോംലി മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴാണ് പോർട്ട്ലൻഡ് പൊസോളോണ സിമെന്റ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പൊസോളോണ ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്സ് ഇറ്റ് ഫ്രം ദ അറ്റാക്ക് ഓഫ് കെമിക്കൽസ്. കെമിക്കൽ അറ്റാക്കിന് ഹൈ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ കെമിക്കൽ അറ്റാക്കിൽ നിന്നും നമ്മളുടെ കൺസ്ട്രക്ഷൻ വർക്ക്സിനെ ഈ സിമെന്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് മറൈൻ സ്ട്രക്ചേഴ്സിന്റെ കൺസ്ട്രക്ഷനും സീവേജ് വർക്ക്സിനും അതുപോലെ തന്നെ ബ്രിഡ്ജസ്, അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻസിനെല്ലാമാണ് മെയിൻലി പോർട്ട്ലൻഡ് പൊസോളോണ സിമെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് ടു കെമിക്കൽ അറ്റാക്കും. ഇത് യൂസ് ചെയ്യുന്നത് മറൈൻ സ്ട്രക്ചേഴ്സ്, സീവേജ് സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ കോൺക്രീറ്റ് അണ്ടർ ദ വാട്ടറിന് താഴെയുള്ള ബ്രിഡ്ജസ്, പിയേഴ്സ്, ഡാംസ് അങ്ങനത്തെ മാസ് കൺസ്ട്രക്ഷൻ വർക്ക്സിനെല്ലാം
പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ടൈപ്പ് ഓഫ് സിമെന്റ് ആണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. അപ്പൊ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് എന്ന് പറയുന്നത് ആസ് എ നെയിം സജസ്റ്റ് പെട്ടെന്ന് തന്നെ ഹാർഡൻ ചെയ്യും. അപ്പൊ പെട്ടെന്ന് തന്നെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സിമെന്റ് ആണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. ഇതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്ട്രെങ്ത് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാനായിട്ടാണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഫോം വർക്ക്സ് എല്ലാം പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം നമുക്ക് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് യൂസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻസിനെല്ലാം നമുക്ക് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ സ്പീഡ് ഓഫ് ദ കൺസ്ട്രക്ഷൻ നമുക്ക് ഫാസ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഫോം വർക്ക് പെട്ടെന്ന് ഹാർഡൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫോം വർക്ക്സ് റിമൂവ് ചെയ്യാം. അതേ സ്പീഡിൽ തന്നെ നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമുക്ക് കോസ്റ്റും വളരെ എക്കണോമിക്കലായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ഹെൽപ്പ് ചെയ്യും. So the rapid hardening cement attains high strength in the early days. അപ്പോൾ early daysൽ തന്നെ high strength achieve ചെയ്യുന്നു and it is used in the concrete where formworks are removed at early stage and is similar to. പക്ഷേ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനോട് പ്രോപ്പർട്ടീസ് സിമിലർ ആണ്. പക്ഷേ ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർലി സ്റ്റേജ് പെട്ടെന്ന് അച്ചീവ് ചെയ്യും. ആൻഡ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ലൈം കണ്ടന്റ് ഓഫ് റാപ്പിഡ് ഹാർഡനിങ് കോൺക്രീറ്റിന്റെ ലൈം കണ്ടന്റ് വളരെ കൂടുതലാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് നമ്മളുടെ സിമെന്റിന്റെ കോമ്പൗണ്ടിൽ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ദ ഏർലി സ്ട്രെങ്ത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ടാണ് C3S നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് അപ്പൊ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് 7 days അച്ചീവ് ചെയ്യുന്ന സ്ട്രെങ്ത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് 3 days അച്ചീവ് ചെയ്യും. സോ ദിസ് പിന്നീട് നമ്മൾ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഫോം വർക്ക്സ് എല്ലാം പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ട ഏരിയാസിലെല്ലാം നമുക്ക് ഈ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി പ്രീ ഫാബ്രിക്കേറ്റഡ് വർക്ക്സിനും കൺസ്ട്രക്ഷൻ വർക്ക്സിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണ്. So the cement has increased lime content and contain higher C3S cement content and finer grinding which gives greater strength development than OPC at an early stage. അപ്പോൾ early stage OPC-നേക്കാളും വളരെയധികം സ്ട്രെങ്ത് ആണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിനുള്ളത്. The strength of rapid hardening cement at the 3 days is similar to the 7 days strength of OPC with the same water. അപ്പോൾ സെയിം വാട്ടർ സിമെന്റ് റേഷ്യോയില് OPC 7 days അച്ചീവ് ചെയ്യുന്ന സ്ട്രെങ്ത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് 3 days അച്ചീവ് ചെയ്യുന്നു. And the rapid hardening cement is used in prefabricated concrete construction road works. അപ്പോൾ road worksനും prefabricated construction worksനെല്ലാം നമുക്കിത് യൂസ് ചെയ്യാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നതാണ് ക്യുക്ക് സെറ്റിംഗ് സിമെന്റ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണ്. അടുത്തത് ക്യുക്ക് സെറ്റിംഗ് ടൈം. അപ്പൊ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റും ക്യുക്ക് സെറ്റിംഗ് ടൈമിന്റെയും കോമൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൺസ്ട്രക്ഷൻ വർക്ക്സിന്റെ സ്പീഡ് വളരെയധികം ഇൻക്രീസ് ചെയ്യാൻ പെട്ടെന്ന് ഫോം വർക്ക്സ് റിമൂവ് ചെയ്യേണ്ട ഏരിയാസിലെല്ലാം നമുക്ക് ക്യുക്ക് സെറ്റിംഗ് ടൈം സിമെന്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനോട് സിമിലർ തന്നെയാണ്. പക്ഷെ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിന്റെ കേസിൽ OPC-നേക്കാളും വളരെ പെട്ടെന്നായിരുന്നു അത് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത്. പക്ഷേ ക്യുക്ക് സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെറ്റ് ആവും എന്നുള്ളൊരു പ്രോപ്പർട്ടി റാപ്പിഡ് ഹാർഡനിങ് സിമെന്റുമായിട്ട് കോമൺ ആണ്. പക്ഷെ ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ ഇത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് OPC സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്ന അതേ റേറ്റിൽ തന്നെയാണ്. ഇതും നമുക്ക് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ കൺസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്യുക്ക് സെറ്റിംഗ് സിമെന്റ് ആൻഡ് ദ റാപ്പിഡ് സെറ്റിംഗ് സിമെന്റ് ഇസ് ദാറ്റ് ക്യുക്ക് സെറ്റിംഗ് സിമെന്റ് സെറ്റ്സ് ഏർലിയർ. ക്യുക്ക് സെറ്റിംഗ് സിമെന്റ്സ് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യുന്നു. വൈൽ ദ റേറ്റ് ഓഫ് ഗെയിൻ ഓഫ് സ്ട്രെങ്ത്, അപ്പൊ റേറ്റ് ഓഫ് ഗെയിൻ ഓഫ് സ്ട്രെങ്ത് OPC-നോട് സിമിലർ ആണ്. അതായത് OPC 7 days അച്ചീവ് ചെയ്യുന്ന സ്ട്രെങ്ത് തന്നെയാണ് ക്യുക്ക് സെറ്റിംഗ് സിമെന്റും 7 days അച്ചീവ് ചെയ്യുള്ളൂ. അപ്പൊ OPC 1 day അച്ചീവ് ചെയ്യുന്ന അതേ സ്ട്രെങ്ത് തന്നെയാണ് QC 1 day അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രെങ്ത്തിന്റെ അറ്റൈൻ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇതില് സിമിലർ ആണ്. പക്ഷെ സെറ്റിംഗ് ചെയ്യുന്നത് പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് ക്യുക്ക് സെറ്റിംഗ് സിമെന്റിനുള്ളത്. ഫോം വർക്ക്സ് നമുക്ക് 2 കേസസിലും, അതായത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിന്റെ കേസസിലും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ഓർ റണ്ണിങ് വാട്ടർ, അപ്പം അനങ്ങാത്ത മറ്റേ സ്റ്റാറ്റിക് ആയിട്ടുള്ള വെള്ളത്തിലും അതുപോലെ തന്നെ റണ്ണിങ് ആയിട്ടുള്ള വെള്ളത്തിലും ഉള്ള കൺസ്ട്രക്ഷൻ വർക്ക്സിനെല്ലാം നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? ക്യുക്ക് സെറ്റിംഗ് സിമെന്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സിമെന്റ് ടൈപ്സ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വേറെ കുറച്ച് എക്സ്പാൻഡിങ് സിമെന്റ് ഉണ്ട്, എയർ എൻട്രെയിൻഡ് സിമെന്റ് ഉണ്ട്, അങ്ങനെ പല പല കൊച്ചു കൊച്ചു ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിമെന്റും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിമെന്റും ഉണ്ട്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് സിമെന്റ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ.
ഇനി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിമെന്റിന്റെ കോമ്പോണൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിമെന്റിലെ കോൺസ്റ്റൻസ് മേജർ ആയിട്ട് വരുന്നത് കാൽഷ്യം ഓക്സൈഡ്, സിലിക്ക ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ് ഒക്കെയാണ്. അപ്പോൾ ഈ കോൺസ്റ്റൻസ് എല്ലാം കൂടി എന്ത് പറ്റും, ഓക്സിഡൈസ് ചെയ്ത് റിയാക്ട് ചെയ്ത് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഫോം ചെയ്യും. അപ്പം റോട്ടറി ക്ലിനിലാണ് ഈ റോ മെറ്റീരിയൽസ് റിയാക്ട് ചെയ്ത് കമ്പോണന്റ് ഫോം ചെയ്യുന്നത്. ആ ഫോം ചെയ്യുന്ന കമ്പോണന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോക്സ് കമ്പൗണ്ട്. ബോക്സ് കോമ്പൗണ്ട്സ് ആണ് ഇതിന് പറയുന്നത്. സോ ഇൻ റോട്ടറി ക്ലിൻ the oxide presence in the raw material of the cement when it is subjected to high temperature combined with each other to form a complex compound. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ഈ സിമെന്റിന്റെ ഓക്സൈഡ്സ് റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് ബോക്സ് കോമ്പൗണ്ട്സ്. ഇത് മെയിൻലി വരുന്ന കോമ്പൗണ്ട്സ് ആണ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. ട്രൈകാൽഷ്യം സിലിക്കേറ്റ് അപ്പോൾ ഇതിന്റെ വേറൊരു പേരാണ് അലൈറ്റ്. ട്രൈകാൽഷ്യം സിലിക്കേറ്റ് is also known as alite. This is ഡൈകാൽഷ്യം സിലിക്കേറ്റ്. അടുത്താണ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഡൈകാൽഷ്യം സിലിക്കേറ്റിനെ നമ്മൾ ബെലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് is tricalcium aluminate. Tricalcium aluminate, that is C3A. This is known as cellite. And finally tetracalcium aluminoferrite. Aluminoferrite, C4AF. This is also known as phthalate. ഇങ്ങനെ 4 കമ്പോണൻസിനെയാണ് നമ്മൾ ബോക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ബോക്സ് കോമ്പൗണ്ടിൽ ഫസ്റ്റ് വരുന്നതാണ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. ഇപ്പൊ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ് ഏർലി സ്ട്രെങ്ത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. C2S എന്ന് പറയുമ്പോൾ അത് ലേറ്റർ സ്റ്റേജ് ഓഫ് സ്ട്രെങ്ത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് C2S. C3 എന്ന് പറയുമ്പോൾ ഇറ്റ് റിയാക്ട്സ് ഫസ്റ്റ് തന്നെ നമ്മൾ സിമെന്റും വാട്ടർ ആയിട്ട് അല്ലെങ്കിൽ സിമെന്റും കോൺക്രീറ്റ് എന്തെങ്കിലും കമ്പോണന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ നടക്കുന്നത് C3A ആയിട്ടായിരിക്കും. അത് ലാർജ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിമെന്റ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം റിയാക്ട് ചെയ്യുന്നത് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ്. അപ്പോൾ ലാർജ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി C2S എന്ന് പറയുമ്പോൾ ലോ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനേ ഉള്ളൂ. കാരണം അവിടെ പയ്യാണ് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത്. ലേറ്റർ സ്റ്റേജിലെ സ്ട്രെങ്ത് ആണ് C2S പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് ഇസ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. ഇതെന്താണ് ചെയ്യുന്നത്, പെട്ടെന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്നു, ഏർലി സ്ട്രെങ്ത്തിനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണുള്ളത്. അപ്പൊ C3S ഏർലി സ്ട്രെങ്ത്തും പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പൊ തന്നെ ഹൈ ഹീറ്റ് ഓഫ് സ്ട്രെങ്ത് ആണ്, ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ് അവിടെ വരുന്നത്. ഇനി C2S എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഇവിടെ ഹൈ ഹീറ്റ് ആണ്. ഇവിടെ എന്താണ്, സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത് പയ്യാണ്. ഫ്രം 7 days to 1 year എടുത്തിട്ടാണ് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത്. അതുകൊണ്ട് റിയാക്ഷൻ നടക്കുന്നത് പയ്യാണ്. അപ്പൊ ലോ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ് ഡൈകാൽഷ്യം സിലിക്കേറ്റിന് വരുന്നത്. നെക്സ്റ്റ് C3A. C3A എന്ന് പറയുന്നത് പെട്ടെന്ന് ഫ്ലാഷ് സെറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫ്ലാഷ് സെറ്റ്. കാരണം ആദ്യം വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കുന്നത് C3A ആയിട്ടാണ്. സ്മോൾ കോൺട്രിബ്യൂഷൻ വിത്തിൻ 24 hours കുറച്ച് സ്ട്രെങ്ത്തിനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. വളരെ ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണുള്ളത്. ഫ്ലാഷ് സെറ്റ് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പോണന്റ് ആണ് C3A എന്ന് പറയുന്നത്. നെക്സ്റ്റ് C4AF, അതായത് ടെട്രാകാൽഷ്യം അലൂമിനോഫെറൈറ്റ് എന്ന് പറയുന്നത് ജനറലി ബാക്കി 3 കമ്പോണൻസിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ഇൻആക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. സോ ദർ മേ ബി സ്മോൾ. ഇനി നമുക്ക് ഇതിൽ ഈ ബോക്സ് കമ്പോണന്റ് അല്ലാതെ പിന്നെ കുറച്ച് ഇംപ്യൂരിറ്റീസും പ്രസന്റ് ആണ്. ദാറ്റ് ഈസ് കാൽഷ്യം ഓക്സൈഡ് ആൻഡ് മഗ്നീഷ്യം ഓക്സൈഡ്. ആൻഡ് വെൻ വാട്ടർ ഇസ് ആഡഡ് ടു സിമെന്റ്, അപ്പൊ സിമെന്റിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ആദ്യം റിയാക്ട് ചെയ്യുന്ന ആരാണ്, ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ്. എന്നിട്ട് ഇത് ഇനിഷ്യൽ സെറ്റിന് കാരണമാകുന്നു. ദാറ്റ് ഇസ് ഓൾസോ കോൾഡ് ഫ്ലാഷ് സെറ്റ്. ഇനിഷ്യൽ സെറ്റ് നമുക്ക് ഫ്ലാഷ് സെറ്റ് എന്നും പറയാം. പിന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി C3S, അതായത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് ചെയ്തിട്ടാണ് ഏർലി സ്ട്രെങ്ത് ജനറേറ്റ് ചെയ്യുന്നത്. C2S പിന്നീട് ഹൈഡ്രേറ്റ്. അപ്പൊ ആദ്യം C3A. അപ്പൊ ഓർഡർ നോക്കിയാൽ ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് C3A ആണ്, അതിനുശേഷം C3S ആൻഡ് ഫൈനലി C2S. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൺക്രീറ്റ് എന്താണ്, കോൺക്രീറ്റിന്റെ കമ്പോണൻസ്, അതിന്റെ അഡ്വാൻറ്റേജസ്, ആൻഡ് കോൺക്രീറ്റിന്റെ കമ്പോണന്റിൽ തന്നെ സിമെന്റിന്റെ കോൺസ്റ്റുവൻസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിമെന്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. താങ്ക് യു.